ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ഈച്ച് എൻട്രി ഇൻ ലിസ്റ്റ് 1 ടു കറക്റ്റ് എൻട്രി ഇൻ ലിസ്റ്റ് 2. ഫസ്റ്റ് പി വരയ്ക്കണ സർക്കിൾ വിത്ത് സെന്റർ 1,2 ടച്ചിങ് ദ ലൈൻ 1 എന്നാ പറയണേ. അപ്പോൾ ആ സെന്ററിന്റെ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും റേഡിയസ് വരുന്നുണ്ടാവുക. റേഡിയസ് വിൽ ബി മോഡുലസ് ഓഫ് 3 + 8 - 1/√3² + 4² എന്ന് വരും. അപ്പോൾ അത് വരാൻ പോകുന്നത് 2 ആണ് കിട്ടും. സർക്കിളിന്റെ ഇക്വേഷൻ x - 1 ² + y - 2 2 = 4² എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കണം, മാച്ച് ആവണം. എനിക്ക് തോന്നുന്നത് 3,2 ആണ്. 3,2 ആണ്. 3,2 ലൈസ് ഓൺ ദിസ്. സോ പി മാച്ച് ചെയ്യുന്നത് 3ലേക്കാണ്. ഒരു വിഷമമില്ല. അടുത്ത കോമൺ ടാൻജന്റ് സർക്കിൾ x² + y² = 2 ആൻഡ് പാരാബോള y² = 8x. അപ്പോ y² = 4x എന്ത് ചെയ്യാം? y = mx + a എന്ന് പറഞ്ഞ c എന്ന് പറയുന്നത് a/m ആണ്. അപ്പൊ 2/m എന്ന് എടുക്കാം. ഇനി ഇത് സർക്കിളിന്റെ ടാൻജന്റ് ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ c² = r² × 1 + m² എന്ന് കിട്ടും. അപ്പൊ 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ m² × 1 + m² = 2 എന്ന് കിട്ടും. ഓഫ് കോഴ്സ് m²ന്റെ വാല്യൂ എന്തായിരിക്കണം എന്ന് മനസ്സിലായി, 1 ആണ് കിട്ടി. m ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ y = x + 2 എന്ന് കിട്ടും. പെട്ടെന്ന് നോക്കിക്കൊണ്ട് പറയാവുന്ന നമ്പേഴ്സേ ഉള്ളൂ. y = x + 2 എന്ന് പറയുമ്പോൾ മാച്ച് ആവുന്ന ഏതായിരിക്കും? 7ഉം 9ഉം അല്ലെ. q മാച്ച് ചെയ്യുന്നത് 2ലേക്കാണ്. 7,9 അതും കിട്ടി. ഒരു പ്രശ്നമില്ല. ഇനി m be the end point of the lattice rectum of the ellipse. അപ്പൊ എലിപ്സിന്റെ ഇക്വേഷൻ x² / 16 + y² / 12 = 1 ആണ്. അപ്പൊ m lies in the first quadrant. അപ്പൊ ആ പോയിന്റ് നമുക്ക് എന്തെടുക്കാം? L c, b² / a ആയിട്ട് എടുക്കാം. c, b² / a ആയിട്ട് എടുക്കാം. c എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുമ്പോൾ 2 വരും. b² / a എന്ന് പറയുമ്പോൾ അത് 12/4 3 വരും. 2,4 ആണെന്ന് മനസ്സിലാവും. ഇനി നോർമൽ ഇക്വേഷൻ ചോദിച്ചാൽ നോർമൽ ഇക്വേഷൻ a² x / x1 - b² y / y1 = a² - b² ആണ്. അപ്പോൾ a² എന്ന് പറയുന്നത് 16 ആണ്. 16x / 2 - b² എന്ന് പറഞ്ഞാൽ 12 ആണ്. 12y / 3 = 16 - 12 എന്ന് പറയുമ്പോൾ അത് 4 ആണ്. 4 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ 2x പിന്നെ 4 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ -y = 1 എന്ന് കിട്ടും. 2x - y = 1 എന്നാണ് കിട്ടുക. അപ്പൊ അത് മാച്ച് ആവുന്നത് 1,1 ആണ്. 6 മാച്ച് ചെയ്യുന്നത് 1ലേക്കാണ്. 6 മാച്ച് ചെയ്യുന്നത് 1ലേക്കാണ്. അപ്പൊ നെക്സ്റ്റ് എസ് നോക്കാം നമുക്ക്. h be the hyperbola whose centers at the origin one of the foci is at 5,0. അപ്പൊ a 5 ആണ്. ഡയറക്ട്രിക്സ് x = -16/5. അപ്പോൾ a/ന്റെ വാല്യൂ 16/5 എടുക്കാം. പ്ലസ് ഓർ മൈനസ് ഉണ്ട്, നമുക്ക് മൈനസ് തന്നിരിക്കുന്നത്. അപ്പൊ 16/5 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a² = 16 എന്ന് കിട്ടും. c ആണ് 5 വന്നിരിക്കുന്നത്. c ആണ് 5 വന്നിരിക്കുന്നത്. അപ്പൊ ബിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടും? 4 ആണെന്ന് കിട്ടും. x² / 16 4 അല്ല 3 x² / 16 - y² / 9 = 1 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു മാച്ച് ആവാ 4ഉം 3ഉം. അതെ 8, 3√3 മാച്ച് ആവും. അപ്പൊ എസ് മാച്ച് ചെയ്യുന്നത് 5ലേക്കാണ്. അപ്പൊ നമുക്ക് കിട്ടിയത് എന്താ നോക്കാം. P3ലേക്ക്, Q2ലേക്ക്, R1, S5ലേക്ക്. ബോക്സ് ആണ് എന്റെ റൈറ്റ് ആൻസർ. P3ലേക്ക്, Q2ലേക്ക്, R1ലേക്ക്, S5ലേക്ക്. ബോക്സ് ഇസ് ദ റൈറ്റ് ആൻസർ.